ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ നെയ്സക്കുട്ടി ഇതവിടെ ഉറങ്ങിയെന്നിട്ട് എണീക്കണം അത്ര അല്ലെങ്കിൽ ഓളാന്ന് മുമ്പിൽ ഉണ്ടാവില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഇനി ഗ്ലോബൽ വില്ലേജിലെ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മളിതാ ഗ്ലോബൽ വില്ലേജിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അങ്ങനെ റോഡിലെ പല പല കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇതിങ്ങനെ പോകുകയെന്ന്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പം പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിതാ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ഭാഗം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇതാ പുറത്തുനിന്ന് നമ്മൾ കാണുന്നത് ആകാശത്തൊട്ടിലാണ് കേട്ടോ. അങ്ങനെ പല പല ഗെയിമുകളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഇത് മാത്രമല്ല, ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ടൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്യുന്നിട്ട് അങ്ങനെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ അവിടത്തേക്ക് ഇങ്ങനെ നടന്ന് പോകാനാണ്. ഐസ ഇത് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ അതിൻ്റെ പുറത്തുനിന്നായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ പിന്നെ ടിക്കറ്റ് ആദ്യം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. നമ്മൾ അവിടെ കയറേണ്ട എൻട്രൻസിലേക്ക് എത്തണം അത്ര കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ഥലം കാണാനുണ്ട്. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണാനൊന്നും പറ്റിയിട്ടില്ല, ഒരുപാട് നടക്കാനുണ്ട്. അതിന് മേലെ കയറണ്ട നമുക്ക്. പറഞ്ഞിട്ടേക്ക് ഒരിക്കൽ വേറെ ഇങ്ങനെ നമ്മൾ ഉന്തി ഷാനി ഉന്തി നമ്മ നടന്ന് പോയത്. അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ പോകുകയെന്ന്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയുള്ള ബാക്കി കാഴ്ചകളെല്ലാം നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇവിടുത്തെ മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതെല്ലാം റിമൂവ് ചെയ്താതാണ് നട്ടാന്ന് കോപ്പിറൈറ്റ് വരും. നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇന്ത്യ ഗേറ്റിലേക്കാണ് എന്നിട്ട് കയറിയത്. അപ്പോൾ അവിടെ ഒരുപാട് സാധനമുണ്ട്. അങ്ങനെ ഇറാന്, പാകിസ്ഥാന്, പിന്നെന്താണ് സൗദി അറേബ്യ, ദുബായ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ ഒരു ഇതാണ് കേട്ടോ അവിടെ കാണാനുള്ളത്. പിന്നെ ഇവിടുന്ന് ഒന്നും സാധനം വാങ്ങാൻ കഴിയില്ല. കുറച്ച് അധികം റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിന്, സാധനമൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഉപ്പാക്ക് പേഴ്സെല്ലാം നോക്കുന്നുണ്ടായിന്. പക്ഷെങ്കിൽ അവിടുന്ന് നല്ലത് ഉപ്പാക്ക് കണക്കായത് കിട്ടിയിട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളിത് ഓരോ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നിട്ടാ. പിന്നെ നല്ല അവിടെ ഓരോ ഇതിൻ്റെ പാട്ടും ഡാൻസെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ആ ഡാൻസ് അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഇത് വന്നതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കിയാൽ ചെയ്തിന് കേട്ടോ. പിന്നെ ഒരു പാട്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആകെ ഇന്ത്യൻ്റെ ഒരു ഗേറ്റ്, ഇന്ത്യൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ക്ഷീണം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനി. അങ്ങനെ ബാക്കി ഓരോ ഇതിലേക്ക് നമ്മൾ കയറി.
ഇതെല്ലാം മസാലേൻ്റെ കടയാണ് കേട്ടോ. എന്തെല്ലാം ഉണ്ട്, റോസാപ്പൂ, ഫ്ലവർ തന്നെ പല ഐറ്റംസ് ഉണങ്ങിയതുണ്ട്. ഇതിൽ നല്ല മണമുള്ള സംഭവമാണ് കേട്ടോ. ഇതിലും ഗരം മസാലയിലും അറബിക് മസാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു സൈഡ് അങ്ങനെ തേനിൻ്റെ ഒരു കല പറയുന്ന കേട്ടോ. ഒരു സൈഡ് അങ്ങനെ മസാലപ്പൊടിൻ്റെ മസാല ഉണ്ടാക്കുന്നതിൻ്റെ അതും, ഒരു സൈഡിൽ അങ്ങനെ തേനിൻ്റെ അങ്ങനെ തേന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാതിനും നല്ല റേറ്റ് ഉണ്ട്. എല്ലാ തരം തേനും ഉണ്ട് ഇവിടെ. നമ്മളെ നെയ്സുമോളൊക്കെ ഉണ്ട്, ആ സ്പൂൺ കൊണ്ട് പോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ആ സ്പൂണിൽ അവർ എല്ലാവർക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിന്. അപ്പോൾ പിന്നെ എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കാനും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ എല്ലാം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പൂൺ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക നടന്നു. ഇത് കുങ്കുമപ്പൂവിൻ്റെ കടയാണ് കേട്ടോ. കാണുന്നില്ല, ഒരുപാട് കോനായിട്ട് വെച്ചിട്ട് നോക്കിയാൽ എന്ത് രസമാണെന്നല്ല കാണാൻ. ഇനി നമ്മളിത് കുബൈത്തിലേക്കാണ് കയറുന്നത് അടുത്തത്. അങ്ങനെ കുബൈത്തിലെ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം ഇതാ നമ്മൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് കയറിയെന്ന്. ഓണാക്കിയിട്ടില്ല. 이거는 저것도 머리에 뭐
അങ്ങനെ അവിടെയുള്ള ഒരുവിധം കാഴ്ചകളെല്ലാം കണ്ട് നടന്നിതാ തളർന്നു പോയിട്ട് നീസാണെങ്കിൽ ഉറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് പോകുന്നുണ്ടായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇനി വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.